വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മളിത് സാംസങ്ങിൻ്റെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. സാംസങ് A50 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അത് ഇറങ്ങിയിട്ട് 2 weeks ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ ഫുജേറിലേക്ക് പോവുകയാണ്. ഫുജേർ എവിടേക്കുള്ളത്? ഫുജേറ സിറ്റി സെൻറ്ററിലുണ്ട്, അതുപോലെ ഷർട്ട് ഡിജിയിലുണ്ട്. 2 സ്ഥലത്ത് നമുക്ക് കയറിയിട്ട് നോക്കാം. ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാംസങ് A50 വാങ്ങാൻ വേണ്ടിയിട്ട് ഫുജേറിൽ വന്നിരിക്കുകയാണ്. ഫുജേറ ഇമാക്സിലാണ്. സിറ്റി സെൻ്ററാണ് കാണുന്നത്. പിന്നെ മുന്നിലാണ് ഉള്ളത്. ഇപ്പോൾ അകത്തേക്ക് പോയി A50 വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് ചുറ്റാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഫുജേറ കാലിഫോർണിൽ ഇമാക്സിലാണുള്ളത്. അതാണ് സാധനം. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1149. കളക്ഷൻ ഫോണാണ്. ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇതൊന്ന് വാങ്ങാൻ തീരുമാനിച്ചു. ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിയത്. അത് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. A50 ബ്ലാക്ക്. ഇതിൻ്റെ വാറണ്ടി കാർഡ് ഒന്നും വേണ്ട. മൊബൈൽ നമ്പർ ഇട്ടാൽ മതി. ഇപ്പോൾ വലിയ വേറെ ഒന്നും വേണ്ട. സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പാർക്കിങ്ങിലേക്ക് പോകണം. ഇത് അൺബോക്സിങ് ചെയ്യണം. റൂമിലെത്തിയിട്ട് നമുക്ക് ബാക്കി ചെയ്യണം. ഫോണിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, റിവ്യൂ അല്ല, അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിഫറെൻറ്റ് പ്ലേസാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫുജേറിലെ പാർക്കാണിത്. ഈ പാർക്കിൽ ഇരുന്നിട്ടാണ് അൺബോക്സിങ് ചെയ്യുന്നത്. ജംഷീർ, വഹാബ്, ഷഫീഖ്. ഓക്കെ, ഇതാണ് നമ്മുടെ സാംസങ് A50. ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 2 weeks ആയിട്ടുള്ളൂ. നമ്മളത് അൺബോക്സിങ് ചെയ്യാണ്. പൊളിക്കണമെങ്കിലിപ്പോൾ ഇതിൽ അത് ബാക്ക് നോക്കിയാൽ ഇത് വരുന്നത് ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 3 ക്യാമറ വരുന്നുണ്ട്. 25 MB, 5 MB, 8 MB. ട്രിപ്പിൾ ക്യാമറയാണ്. ഫ്രണ്ട് വരുന്നത് 25 MB ആണ്. അങ്ങനെ മേടിച്ച ഈ വേരിയൻ്റ് വെച്ചാൽ 128 GB ഇന്ത്യൻ സ്റ്റോറേജും 4 GB റാം ഉള്ളതാണ്. അതുപോലെ സാംസങ്ങിൽ ആദ്യമായിട്ട് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് വരുന്ന ഫോണാണിത്. ഇതൊന്ന് വിളിച്ചോളാം. ആദ്യം തന്നെ നമുക്ക് ഫോൺ കാണാം. ഫോൺ നല്ല കവറിലുണ്ട്. ഞാൻ ഫോൺ എടുക്കട്ടെ, ബാക്കി തന്നെ നോക്കാം. ചാർജർ വരുന്നുണ്ട്. USB Type-C കേബിള്, 3.5 ഹെഡ്ഫോണ്. ഇത് നോർമൽ ഹെഡ്ഫോണാണ് സാംസങ് വരുന്നത്. അതുപോലെ പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുണ്ട്. അത്ര ഇതിലുള്ളൂ. ബോക്സ് കൊണ്ടതിൽ അതിൽ ഇതാ ഒരു ക്ലിയർ കേസ്, പ്ലാസ്റ്റിക്കാണ്, റബ്ബർ ടൈപ്പ് വെക്കാറ്. ഒരു യൂസർ മാനുവൽ ഇടയ്ക്ക് വരുന്നത്. നമുക്കിതിൽ കവറൊന്ന് പോയി നോക്കാം.
ക്യാമറ വരുന്നത് മൂന്ന് ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഒന്ന് 25 MB, ഒന്ന് 5 MB, ഒന്ന് 8 MB. അതായത് സൂമിനും വൈഡിനും വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ക്യാമറ വരുന്നുണ്ട്. അത് ക്യാമറയിൽ തന്നെ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് വരുന്നുണ്ടാവും. സൂമിനുള്ളത് അല്ലെങ്കിൽ വൈഡിനുള്ളതായിട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ബാക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു കളേർഡാണ്, ഒരു റിഫ്ലക്റ്റിംഗ് കളേഴ്സ് പോലുള്ള ഒരു മഴവില്ല് പോലത്തെ കളർ എന്ന് പറയാം. ഇതിൽ വരുന്നത് 3 കളേഴ്സാണ്: വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ. ഇപ്പോൾ ഈ ഫോണ് ബ്ലാക്കാണ്. വളരെ നല്ല രീതിയിലുള്ളൊരു ഫോണാണിത്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഓണാക്കി നോക്കാം. സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്. സാംസങ് ഗാലക്സി A50. ഓക്കെ, ഇതാണ് അപ്പോൾ സാംസങ് A50ൻ്റെ വരുന്നത്. ഇതുപോലെ നോച്ച് ഡിസ്പ്ലേ ആണ്, അതായത് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ എന്ന് പറയും. ഒരു സ്ക്രീൻ മുഴുവനായിട്ടും ഡിസ്പ്ലേ തന്നെയാണ്. അതിൽ ഒരു ചെറിയ പോർഷൻ മാത്രം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നത്. ഇതിൽ വോയിസ് വരുന്നത് ആൻഡ്രോയിഡ് 9 ആണ്. ഏറ്റവും പുതിയ വെർഷൻ തന്നെയാണ്. ഇനി നമുക്ക് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ രാത്രിയാണ് എടുക്കുന്നത്. ഇതിൽ ക്യാമറയിൽ 2 വരുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്ത് എടുക്കാനും അതുപോലെ വൈഡായിട്ടുള്ളത് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തത് ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ്. അതുപോലെ ക്ലിക്ക് ചെയ്താൽ ഇത് അതേതിനെ വൈഡായിട്ടുള്ള എടുക്കും. അതിലാണ് 3 ലെൻസ് ഉള്ളത്. ഫോക്കസ് ചെയ്യാനും വൈഡായിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 ലെൻസ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ ലൈറ്റ് കുറവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലിയർ ഉണ്ട്. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഇത് സാംസങ്ങിൻ്റെ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 4 GB റാമും വരുന്ന ഒരു ഫോണ്. UAE ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1140 രൂപയാണ്, 40 ദിർഹംസാണ്. ഇന്ത്യയിൽ ഏകദേശം ഒരു 20-22 രൂപ അടുത്ത് വരും. ആ ഒരു റേറ്റിൽ ഇത്രയും ഓപ്ഷൻസിലുള്ള ഇത്രയും വലിയൊരു ഫോണ്, ഇത്രയും റാം ഫസ്റ്റുള്ള ഫോൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിന് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇത് കാണിച്ചു തരാം, ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. സംഭവം അടിപൊളിയാണ്. സാംസങ്ങിൻ്റെ A50 എന്ന മോഡലിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തെങ്കിലും ഫോണിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്.